എന്താണ് പറയാനുള്ളത്? കപ്പുകൊണ്ട് വരുമ്പോൾ വളരെയേറെ സന്തോഷം. ഇവിടെ ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കവലയ്ക്ക ഒരുക്കിയിട്ടുണ്ട്, ഇവിടെ സംഘക്കാർ ഒരുക്കിയിട്ടുണ്ട്, വീട്ടിലൊരുക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു പിന്നെ ജിംനാസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ജിമ്മാണ് കാലടിയിൽ. അപ്പൊ അവിടെ ഒരു സ്വീകരണം കഴിഞ്ഞിട്ടാണ് മാണിക്യമംഗലത്തേക്ക് വരുള്ളൂ. അതെ, കാലടി കാലടി അവ ആദ്യമായിട്ട് ഇട്ടാക്കുന്ന ഒരു ജിമ്മാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ 3 കൂടി ഇട്ടിട്ടുണ്ട്: ആലുവ, എറണാകുളം, തിരുവനന്തപുരം. ഇന്നലെയൊക്കെ ഇവിടെ ഒരുപാട് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഈ കവല നിറച്ച ആൾക്കാരായിരുന്നു. നമ്മള് TV ഒക്കെ അവിടെ വെച്ചിരുന്ന എല്ലാവരും കൂടി കണ്ടാൽ അതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമല്ലേ? അതെ, ജിന്റെ ഇപ്പൊ നാട്ടുകാരുടെ ഒരു അഭിമാനമായിരിക്കുകയാണ്. പിന്നെ ഈ ലോകത്തിന്റെ ആൾക്കാരായിട്ട് ഞങ്ങള് പ്രതീക്ഷിക്കാത്ത ആൾക്കാരോടെ ദിവസം ഇവിടെ അമ്മ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നല്ലോ. പ്രാർത്ഥനയിലായിരുന്നു. ആ നേരത്തെ എനിക്കെന്തോ എൻ്റെ മോൻ കപ്പ് ഉയർത്തിയപ്പോൾ ഉണ്ടാക്കിയൊരു സന്തോഷവും സങ്കടവും, വിജയിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്, വിജയിച്ചതിൻ്റെ കഷ്ടപ്പാട് ഓർക്കുന്നുള്ള സങ്കടവും എല്ലാം കൂടിയാണ്. ടെൻഷനിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. റിസൾട്ട് അറിഞ്ഞിട്ടും അത് ടിവിയിലൂടെ കാണാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ? ടി വി കാണാൻ വെയിറ്റിംഗ് ചെയ്യാറുണ്ട്. ഈ ജിൻഡോന്റെ അപ്പനമ്മ എന്നാണ് ഈ ലോകത്തിന് അറിയപ്പെടാൻ പോകുന്നത്. ബിഗ് ബോസ് താരം ജിൻഡോന്റെ അപ്പനമ്മ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമല്ല, ഇതിലും വലിയ സന്തോഷമുണ്ട്. എൻ്റെ മോനുണ്ടല്ലോ, ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ ആൾക്കാരോടും, യശാറ്റിനോടും മോഹൻലാൽ സാറിനോടൊക്കെ ഉണ്ടല്ലോ നന്ദി പറയാണ്. ഇപ്പൊ 100 ദിവസം കഴിഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത്. 100 ദിവസം കഴിഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പൊ എന്താണ് ആ ഒരു ഫീലിംഗ്? എന്താണ് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്? ഞങ്ങൾ ഇടയ്ക്ക് പോയി ഒന്ന് കണ്ടായിരുന്നു, ഇവിടെ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണുമ്പോ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ തീരാത്ത ഒരു വിഷമാണ്. അമ്മക്ക് ഇപ്പൊ ജിന്നേട്ട അവിടുത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അമ്മമാര് മക്കൾക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും. അതൊന്നും അവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് അമ്മ വരുമ്പോ കൊടുക്കാൻ? ഭക്ഷണം വൈകുന്നേരം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ അതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റില്ല. നാളെ എന്തെങ്കിലുമൊക്കെ വേറെ. എന്താണ് ജിന്നേട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീഫ്, പനീരൊക്കെ ഇഷ്ടമാണ്. ബീഫ്, ചിക്കനാണ് മെയിനാണ്. പിന്നെ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണി കളഞ്ഞിട്ട് മീൻ വെച്ചത്, മാങ്ങക്കറി ഒക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വിവാഹത്തിന്റെ കാര്യം പറയണ്ടായി. അപ്പൊ അതിനെല്ലാം തീരുമാനങ്ങളായിട്ടുണ്ടോ? അത് വരുമെന്ന് പറയുന്നുണ്ട്. വിവാഹം നിശ്ചയത്തിലേക്കൊന്നും ആയിട്ടില്ല. വരുമെന്ന് പറയുന്നുണ്ട്. വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒരാണ് സെപ്റ്റംബറിൽ വരുമെന്ന് പറയണേ. പെണ്ണിനെ കണ്ടിരുന്നോ? ജിൻഡോ കണ്ടിരുന്നോ പെണ്ണിനെ? ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്. വന്ന കല്യാണം കഴിക്കും, ഇത് വന്നില്ലെങ്കിൽ വേറെ നോക്ക്. അതിപ്പം വെളിയിൽ വർക്ക് ചെയ്യും അല്ലേ? അതെ, ഇവിടെ അമേരിക്ക വർക്ക് ചെയ്യുന്നു. നാട്ടിലെ പ്രമുഖരായ ആളുകളെല്ലാവരും വിളിച്ചിരുന്നോ? MLA അവരെല്ലാവരും വിളിച്ചിരുന്നു. അതായത് ഇപ്പം ഈ സ്വീകരണം കൊടുക്കാനായിട്ട് അങ്കമാലി MLA ഉണ്ട്, കാലടിയിലെ മൊത്തം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവരും ഉണ്ട്. മാണിക്യമംഗലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എതിരേൽപ്പിച്ച് കൊണ്ടുവരാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്വീകരണം മാത്രം? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോഗ്രാം? അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കിട്ടൂല്ലോ, നമുക്ക് ആളെ കിട്ടൂല. നടത്തിയിരിക്കണം കൂടുതലായിട്ട്. ഇങ്ങനത്തെ ഓരോ കാണാനുള്ളൊരു എല്ലാവർക്കും ഇൻട്രസ്റ്റ്. എന്തായാലും ഇതൊരു സാധാരണക്കാരൻ്റെ ഭയങ്കര വിജയമായിരുന്നു. ഇതേപോലത്തെ വിജയം ആഘോഷിച്ച വേറൊരു പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടില്ല. ഇന്നലെ ആണെങ്കിലും എല്ലാവരും ഭംഗിയായിട്ട് നിർദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു സാധാരണക്കാരനൊരു വിജയം ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ബിഗ് ബോസ് താരം ജിൻഡോന്റെ അമ്മയാണെന്നൊക്കെയാണ്, അപ്പനൊക്കെയാണെന്ന് അറിയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ആഘോഷങ്ങളാണ് ഇനി വീണ്ടും? എൻ്റെ മോന് ഞങ്ങൾക്കിപ്പോൾ ഒരു അഭിമാനമായിക്കാണ്. ഞങ്ങൾ എവിടെ ചെന്നാലും ജിൻഡോൻ്റെ അപ്പൻ, ജിൻഡോൻ്റെ അമ്മ എന്ന് പറയും. ഇതിനെ പോലെ കൊച്ചു കുട്ടികൾ വരും, ഈ വീട് കാണുമ്പോൾ ജിൻഡോൻ്റെ വീട് എന്നൊക്കെ പറയും. അത് ഞങ്ങൾക്കൊരു അഭിമാനമാണല്ലോ. ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിനകത്താണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലോണം അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ജിൻഡോയ്ക്ക് നേരെ. അപ്പോൾ അതൊക്കെ അതിജീവിച്ചാണ് ജിൻഡോ വരുന്നത്. പിന്നെ അതൊക്കെ നമ്മൾ TV-യിലൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര പോരൊക്കെയുള്ള കാണുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് തന്നെ അവർ ഭയങ്കര ദോസ്തുകളാണ് അതിൻ്റെ അകത്ത്. ചെന്ന് കണ്ടോടം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. 6ാമത്തെ സീസൺ വിജയിച്ചതുകൊണ്ട് 6ാം തമ്പുരാൻ എന്നാണ് പറയുന്നത്. ശരിയാണ്, 6ാം തമ്പുരാനായിട്ട് ലോകത്തിലെല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഇഷ്ടംപോലെ എല്ലാ പ്രേക്ഷകരും ഉള്ള ജിൻഡോന്റെ ഞങ്ങളുടെയൊക്കെ വിജയം. മെഡലുകൾ ഒരുപാട് വാരി കൂട്ടിയാണ് എൻ്റെ മോൻ. മിസ്റ്റർ കേരള, മിസ്റ്ററുകളൊക്കെ ചറുപുറന്ന് അടിച്ചാളുകളാണ്. ഒരു ജിമ്മ് കാണുന്നുണ്ട്. അത്യാവശ്യം ചില സീരിയൽ സിനിമയിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചവർണ്ണ തത്വത്തിലെ ആലുവ ജിമ്മ് അവൻ്റെയാണ് ആരാധന കൊടുക്കുന്നത്.
അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ മദർ തെരേസ അവാർഡ് തിരുവനന്തപുരത്ത് പോയി ഒരെണ്ണം കിട്ടിയായിരുന്നു. ഞങ്ങളെല്ലാവരും പോയായിരുന്നു. അതുപോലെ തന്നെ ഈ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളോട് അവസാനമായിട്ട് ആൾക്കാരോട് എന്താണ് അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് നന്ദി എന്തോരം പറഞ്ഞാലും തീരാത്തവർ നന്ദിയാണ്. എൻ്റെ മോനെ ഇതുപോലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ പ്രേക്ഷകരോടും ഏത് എപ്പോൾ ജീവിതകാലം വരെയും അവരെ മറക്കാൻ പറ്റില്ല. അവരുള്ള ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അപ്പോൾ അവർക്ക് ഒരുപാട് ഒത്തിരി നന്ദിയാണ്. ഓക്കെ, അപ്പോൾ ജിൻഡോയെ കണ്ടിട്ട് ഞാൻ സംസാരിക്കാം. നിങ്ങളെ കണ്ടിട്ട് അതെ, ശരി.